എന്തു പറ്റി ഈശ്വരൻ നിങ്ങൾക്ക് തീരുവയെന്ന് എന്നാ പറ്റിയേ? ഛർദിക്കാനൊക്കെ തന്നെ ആകെ ഒരു രക്ഷയില്ല, തലയൊക്കെ കിടന്ന് പിരിക്കണം. എന്തു പറ്റി? ഇത് കഴിക്കുന്നവരെ ശ്രദ്ധിക്കട്ട, ഇത് വിഷം കൂടിയാണ്. ആ ബ്രിട്ടീഷുകാർ പറഞ്ഞതനുസരിച്ച് അത് മണ്ടത്തരം പറ്റിയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞാൽ കേട്ടില്ല, അതാ പറ്റിയത്. എന്നാ പുള്ളിക്കാരി പറഞ്ഞേ? എടി, ഒരു ബ്രിട്ടീഷുകാരത്തിന്റെ വീട്, അതിന്റെ ഫ്രണ്ടില് ഒരു ഫ്രൂട്ട്സിന്റെ മരം. ഫ്രൂട്ട്സോ വെജിറ്റബിൾ എന്താണെന്ന് അറിയില്ല, നല്ല ഭംഗി കാണാനായിട്ട്. ഞാനപ്പ എന്നുവെച്ചാൽ പുള്ളിക്കാരത്തിന്റെ പറമ്പിൽ നിൽക്കണല്ല, റോഡ് സൈഡിൽ നിൽക്കണത്, പുള്ളിക്കാരത്തിന്റെ വീടിന്റെ ഫ്രണ്ടില്. ഞാൻ നേരെ നിന്ന് വീഡിയോ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ കൂടെയൊക്കെ കായ്മയൊക്കെ തൊട്ട് പഴുത്തിരിക്കണം. കൈ നിൽക്കുക നല്ല പഴുത്ത് റെഡി ആയിട്ടിരിക്കണം, തിന്നാൻ പറ്റിയ പാതില്. അപ്പൊ പുള്ളിക്കാരത്തി ഇറങ്ങി വന്നിട്ടും പറഞ്ഞ്, അതെ ഈ കായം തിന്നാൻ പാടില്ലട്ടാ, അത് വിഷം ഉണ്ടാന്ന് പറഞ്ഞിട്ടത്. ഞാൻ പറഞ്ഞ് ഓക്കെ, ഞാൻ തിന്നൂലട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി അതിൽ കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചേ പുള്ളിക്കാരത്തി പറയണമെന്ന് തോന്നിയായിരിക്കും, ചിലപ്പോൾ ഇനി പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെടാണ്ടായിരിക്കും, പുള്ളിക്കാരത്തി ഇനിയാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് പറിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഈ സാധനം. ഗൂഗിൾ ചെയ്തപ്പോൾ ഗൂഗിൾ പറഞ്ഞ്, ഞാൻ എങ്ങനെ ചെയ്തത്, ഈ പഴം കഴിക്കാമോ ഇല്ലയോ എന്ന്. ഗൂഗിൾ എസ് എന്ന് പറഞ്ഞു. ഞാൻ നേരെ പുള്ളിക്കാരത്തിക്ക് കയറിപ്പോയ അക്കത്തിന് ഇത്ര എടുത്തിട്ട് അങ്ങനെ നേരെ വായിലേക്ക് ഇട്ട് ചവച്ചരച്ച് തിന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി ഈ പറഞ്ഞ തൊണ്ടക്ക അസ്വസ്ഥത, വയറിൻ്റെ അസ്വസ്ഥത, തല വേദന, എന്തൊക്കെയെന്ന് എനിക്കറിയാൻ പാടില്ല. ആകെ തലറക്കോ മണ്ടാറോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ബ്രിട്ടീഷുകാർ പറഞ്ഞ അനുസരിച്ചാ പോരായിരുന്നോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് തോറ്റി, ബ്രിട്ടീഷുകാർക്ക് ജയിച്ചു. കാരണം ഗൂഗിള് പറഞ്ഞത് യെസ് എന്നാ പറഞ്ഞത് ആദ്യം തന്നെ. അതിന് ശേഷമാണ് പറയണത് കഴിക്കാം, പക്ഷേ നല്ലോണം ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ആസിഡ് പവർ എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം. ബോയിൽ ചെയ്യുമ്പോൾ എല്ലാം നഷ്ടപ്പെടും, അതിന് ശേഷം മാത്രം എടുത്ത് കഴിക്കുക. ആ വെള്ളം കുടിക്കാനും പാടില്ല. അങ്ങനെ കഴിച്ചാൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്. പുള്ളിക്കാരത്തി പറഞ്ഞായിരുന്നു സത്യം. ഇനിയിപ്പോ എന്നാ ജിപിയിലും ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് ബുക്കോ, അല്ല ഒരു രക്ഷയില്ല. ഇത് കഴിക്കുന്നവരെ ശ്രദ്ധിക്കട്ട, ഇത് വിഷം കൂടിയാണ്. കഴിക്കേണ്ട രീതിയുണ്ട്, ആ രീതി കഴിച്ചില്ലെങ്കിൽ പണിയുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരെ പറഞ്ഞു, അപ്പൊ ഒരു ബ്രിട്ടീഷുകാരെ പറഞ്ഞു കഴിക്കരുത്. അങ്ങനെ കണ്ടോ ഞാൻ പറഞ്ഞിരുന്നതാണ്. UK മിക്കവാറും സ്ഥലങ്ങളിലും ഈ ഒരു ഐറ്റം ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അത് നല്ല ഭംഗിയിൽ കായ്ച്ചു നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ചെന്ന് ഫോട്ടോ എടുക്കാനും എടുത്ത് കഴിക്കാനൊക്കെ. പക്ഷേ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. കാരണം ഇത് വിഷമുണ്ടാ, ഡയറക്റ്റ് അങ്ങനെ കഴിക്കാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുക. ഇതേതെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ പണിയാവും. എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്ക് ഏതായാലും പണി കിട്ടണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഏതായാലും പറഞ്ഞ പോലെ